ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/4 കപ്പ് നല്ല തിളച്ച പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മതി. അതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നല്ലോണം വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉരുക്കിയിട്ടുള്ള നെയ്യാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് അതിലൊന്ന് മിക്സ് ആയി കിട്ടണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് ചേർത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് അരിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 2 കപ്പ് മൈദയാണ് ഇതിന് വേണ്ടി വരിക. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് എന്തായാലും മതിയാവില്ല, നമുക്ക് പിന്നെയും ചേർക്കേണ്ടി വരും. ഇത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും മൈദയാണ് നല്ലത്. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ബിസ്ക്കറ്റ് മാതിരി കുറച്ച് സോഫ്റ്റ് ആയിട്ടും അതുപോലെ പുറം ക്രിസ്പി ആയിട്ടും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ബാക്കി മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് മൈദ ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം, ലൂസായി പോകരുത്. ഇനി നമുക്ക് അപ്പം തന്നെ അത് പരത്തിയെടുക്കാം. എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തുമ്പോൾ 2 3 ബോൾസ് ആക്കിയിട്ട് ഓരോന്നോരോന്നാക്കി പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് പരത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് പകുതി പരത്തിയതിന് ശേഷം പിന്നെ ഞാനിതൊന്ന് ഹാഫാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് പിന്നെ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ 2 3 ബോൾസ് ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനെ നല്ല തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് മാതിരി പുറം ക്രിസ്പി ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. കട്ടിയിൽ പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, സോഫ്റ്റ് ആയി പോവും. അപ്പം ഞാൻ ചെറിയ സ്ക്വയറായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ചുമ്മാ വരഞ്ഞു കൊടുത്തെന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ കുത്തി കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കത്തി വെച്ചിട്ട് ഞാൻ എല്ലാവരുടെയും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കട്ടിയിൽ പരത്തിയിട്ട് ബിസ്ക്കറ്റ് മാതിരി ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തിന്നാക്കിയിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, കുറച്ച് മാത്രം കട്ടിയിൽ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയിട്ട് കുറേ നേരം വെക്കാതെ അപ്പം പൊരിച്ചെടുക്കാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മൈദയല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കട്ടിയിലല്ലല്ലോ പരത്തിയെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നിങ്ങൾ നല്ല തിക്നെസ്സിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ നെയ്യും അതുപോലെ തന്നെ പാലിൽ കുഴച്ചെടുക്കുക ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.